നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ അതിശക്തനായാണ് മരിച്ച ശേഷം ഉമ്മൻചാണ്ടി ഇന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മനസ്സിൽ ജീവിക്കുന്നത്. 2023 ജൂലൈ മാസം 19, 20 തീയതികളിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വിലാപയാത്രയിൽ തലസ്ഥാന നഗരി മുതൽ കോട്ടയം വരെയുള്ള ആ ഒരു MC റോഡിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക്, പിന്നീട് അദ്ദേഹത്തെ കബറടക്കിയ ശേഷം അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ഒഴുകിയെത്തുന്ന 10,000ങ്ങൾക്ക് പറയാനുണ്ട്, കുഞ്ഞൂഞ്ഞ് എന്ന ആ ഒരു മനുഷ്യസ്നേഹി, ആ ഒരു രാഷ്ട്രീയ നേതാവ് അവരോട് കാണിച്ച സ്നേഹത്തിന്റെ, അവർക്ക് നൽകിയ സഹായത്തിന്റെ 100 കഥകൾ. ചിലരോട് ഉമ്മൻചാണ്ടി കാണിച്ചത് ഒരു അപ്പന്റെ കരുതലായിരുന്നു. ചിലരോട് ഉമ്മൻചാണ്ടി കാണിച്ചത് ഒരു സഹോദരന്റെ താങ്ങായിരുന്നു. ചിലർക്ക് ഉമ്മൻചാണ്ടി ഒരു കൂട്ടുകാരനായിരുന്നു. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട, തനിക്കെതിരെ ആരോപണങ്ങളുടെ വലിയൊരു ശരമുന തന്നെ ഉയർന്നു വന്നപ്പോൾ അതിനെയെല്ലാം സൗമ്യതയോടെ നേരിട്ട ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കേരളത്തിന്, പൊതുസമൂഹത്തിന് ഒരു പാഠപുസ്തകം തന്നെയാണ്. അതിനേക്കാൾ ഒക്കെ ഉപരി ഏത് ഘട്ടത്തിലും ദൈവവിശ്വാസം അദ്ദേഹത്തിന്റെ ഒരു കൈമുതലായിരുന്നു. വിശ്രമം എന്ന വാക്കിനെ അസ്വസ്ഥതയോടെ നോക്കിക്കണ്ട ഒരുപക്ഷെ ലോകത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു മനുഷ്യൻ. എന്താണ് മരണശേഷവും ഉമ്മൻചാണ്ടിയെ ഇത്രത്തോളം ശക്തനാക്കുന്നത്? മരിച്ച ശേഷവും ഇത്രയധികം എന്തുകൊണ്ടാണ് ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ഊണും ഉറക്കവും വിശ്രമവും എല്ലാം ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആ രാഷ്ട്രീയ നേതാവിന് മുന്നിൽ, ആ മനുഷ്യ സ്നേഹിക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ഒപ്പം കോൺഗ്രസിൽ നിന്നും നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ T ദേവപ്രസാദ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് പറഞ്ഞാലും മതിയാകില്ല. ഒരു വലിയൊരു പാഠപുസ്തകം തന്നെയാണ് ഉമ്മൻചാണ്ടി. എൻ്റെ ചോദ്യം ഇതാണ്: ഇനി രാഷ്ട്രീയ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിന് മറ്റൊരു ഉമ്മൻചാണ്ടിയെ ലഭിക്കുമോ? മറ്റൊരാൾക്ക് ഉമ്മൻചാണ്ടി ആകാൻ സാധിക്കുമോ? ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI. കഴിഞ്ഞ ഒരു വർഷ കാലഘട്ടമായി കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു വലിയ ശൂന്യത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ശൂന്യതയുടെ പേരാണ് OC എന്ന് വിളിക്കപ്പെടുന്ന, കുഞ്ഞുഞ്ഞ് എന്ന് സ്നേഹവും വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് കേരള സമൂഹം മനസ്സിലാക്കിയ ഒരു വലിയ സത്യം, സംസ്കരിക്കാനാവാത്ത ഒരു വലിയ പ്രതിഭാസമായിരുന്നു ആദരണീയനായ ഉമ്മൻചാണ്ടി. മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ വേർതിരിച്ചു നടത്തുന്ന ഒരു വലിയ ഘടകമുണ്ട്. അത് അദ്ദേഹം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച ആധ്യാത്മികതയാണ്. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉമ്മൻചാണ്ടിയുടെ ആധ്യാത്മികതയെ കുറിച്ച് പറയാനാണ് കൂടുതൽ താല്പര്യം. ഒരേ സമയം ദൈവത്തിന്റെ തോളിലും മനുഷ്യന്റെ തോളിലും കൈയിട്ടുകൊണ്ട് നടന്നു നീങ്ങിയ ഒരു യുഗ പ്രഭാവനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നമുക്കൊന്ന് സംശയം പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയെ പോലെ ഇത്ര നിഷ്കരണം വേട്ടയാടപ്പെട്ട മനുഷ്യൻ സമീപ കാലഘട്ടത്തിലൊന്നും കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടായിരുന്നു. ഈ വേട്ടയാടുകളിലൊക്കെ നെഞ്ചു വിരിച്ച് അതിജീവിക്കാനായത് ഉമ്മൻചാണ്ടി തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ആ വലിയ ആധ്യാത്മികതയുടെ ഊർജമുണ്ടായിരുന്നു. ക്രിസ്തുവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഊർജത്തിന്റെ ഉറവിടം എന്ന് നമുക്ക് പലപ്പോഴും പല ഉദാഹരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പല പ്രാവശ്യം പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആധ്യാത്മികതയുടെ ആഴം നേരിട്ട് മനസ്സിലാക്കിയ ഒരു അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കല് അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവേശനത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുക എന്ന ലക്ഷ്യവുമായി ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് 4 പേര് തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഞങ്ങൾ 11 മണിക്കാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. ക്യാമറമാനും ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സംഘമുണ്ട്.
അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു, എനിക്ക് 4 മണിക്ക് ഒരു അത്യാവശ്യ പരിപാടി, 4 മണിക്ക് മുമ്പ് നമ്മുടെ ഇന്റർവ്യൂ ഷൂട്ടിങ്ങും തീർക്കണം. അതുകൊണ്ട് ഞങ്ങൾ വളരെ സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ നീക്കിയത്. പക്ഷെ ഞങ്ങൾക്കൊരു കൗതുകം ഉണ്ടായിരുന്നു, ഞാൻ ഈ 4 മണിക്ക് അദ്ദേഹത്തിന് എന്താണ് അത്യാവശ്യ പരിപാടി എന്ന്. ഇപ്പൊ ഞങ്ങൾ ഒരു 3:45, 3:50 ആയപ്പോഴേക്കും ഷൂട്ടിംഗ് ഒക്കെ അവസാനിപ്പിച്ചു. 4 മണി ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാമുറിയിലേക്കാണ്, ഇവരുടെ കുടുംബത്തിന്റെ ഒരു പൊതുവായ പ്രാർത്ഥനാമുറിയിലേക്കാണ് പോയത്. അദ്ദേഹം അംഗമായിരിക്കുന്ന ഇടവകയിലെ വാർഡ് പ്രാർത്ഥനയായിരുന്നു അന്ന് 4 മണിക്ക് അവിടെ സംഘടിക്കപ്പെട്ടിരുന്നത്. ഒരു ഇടവകയിലെ താൻ അംഗമായിരിക്കുന്ന ഇടവകയിലെ വാർഡ് പ്രാർത്ഥന, അതില് അങ്ങേയറ്റം തീക്ഷ്ണതയോടുകൂടി, ഇപ്പൊ ഞങ്ങളൊക്കെ തൊടുപുഴയിൽ നിന്ന് വന്ന ഞങ്ങളൊരു ക്യാമറ യൂണിറ്റിനെ തന്നെ ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കെടുക്കാനുണ്ടായ ആ ഔത്സുക്യം തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തി. പലപ്പോഴും നമുക്കറിയാം, പുതുപ്പള്ളിയില് അദ്ദേഹം ഞായറാഴ്ചകളില് കുർബാന മുടക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ പ്രധാനമായിട്ടും ഈ ആധ്യാത്മികതയെ കുറിച്ച് പറയുമ്പോൾ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളോ എത്ര സമയം പള്ളിയിലിരുന്നോ എന്നത് മാത്രമല്ല, ജീവിതത്തിലെ പ്രതിസന്ധികളോട് അദ്ദേഹം എങ്ങനെ, ഒരു വ്യക്തി എങ്ങനെ ഏറ്റുമുട്ടുന്നു, എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് ഒരു വ്യക്തിയുടെ ആധ്യാത്മികതയുടെ ആഴം അളക്കുവാനായിട്ടുള്ള ഒരളവ്. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഒരിക്കലും അദ്ദേഹം വ്യക്തിപരമായിട്ട് ചോദിച്ചു, അന്ന് ഈ അദ്ദേഹത്തിനെതിരെയുള്ള ആ ആരോപണങ്ങളൊക്കെ ശക്തമായിട്ട് അലയടിക്കുന്ന കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്? അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, ദൈവത്തിനും അറിയാം. ദൈവത്തിന്റെ കൈകളിലേക്ക് എന്റെ ജീവിതം വെച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം എന്നെ സംരക്ഷിക്കും എന്ന ഒരു ഉറപ്പുണ്ട്. ദൈവത്തിന്റെ കൈകളിലേക്ക് സ്വന്തം ജീവിതത്തെ കൈവച്ചു കൊടുത്ത കേരള രാഷ്ട്രീയത്തിലെ ഏക രാഷ്ട്രീയക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുവിന്റെ പശ്ചാത്തലത്തിൽ തൊടുവാനായിട്ട് മത്സരിച്ച ആളുകളെ പോലെയായിരുന്നു ഉമ്മൻചാണ്ടിയെ കാണുവാനായിട്ട് ജനക്കൂട്ടം കാത്തുനിന്നിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലുള്ള വീട്ടിലെ ഞായറാഴ്ചകളിൽ അദ്ദേഹത്തിന്റെ മുഖാണെങ്കിലും ദർബാർ എന്ന് തന്നെ വിളിക്കും, 2-3 പ്രാവശ്യം അവിടെ പോകാനായിട്ട് ഇടവന്നിരുന്നു. അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ ഇടയിലായിരിക്കുമ്പോൾ കുർബാനയുടെ സമയമാകുമ്പോഴേക്കും കൃത്യം അദ്ദേഹം കുർബാനയ്ക്ക് പോകുന്നു. കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ആൾക്കൂട്ടത്തിലെ ഒരാളായി അലിയുന്നു. അപ്പം ഭക്തി എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത്, അതിൽ 2 മാനങ്ങളുണ്ട് എന്ന്, ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുക, അതിനുശേഷം മനുഷ്യരോടൊപ്പം ആയിരിക്കുക, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതും ഉമ്മൻചാണ്ടിയുടെ ആധ്യാത്മികതയുടെ ഒരു നന്മയായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് കരുത്ത് കൊടുത്തത് ഇതുകൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ ദിവസങ്ങളിൽ കേരളം ഒന്നാകെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അന്ത്യവിലാപയാത്രയിൽ, പുതുപ്പള്ളിയിൽ നടന്ന അന്ത്യവിലാപയാത്രയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. മോശ ചെങ്കടലിനെ വിഭജിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം പോയിക്കൊണ്ടുള്ള ആ KSRTC ബസ് ജനസാഗരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് പോകുന്ന കാഴ്ച കേരള സമൂഹം ഒരിക്കലും മറക്കുകയില്ല. കേരളത്തിലെ മുഖ്യധാര ചാനലുകളൊക്കെ 1 മിനിറ്റ് പോലും പരസ്യം പോലും കൊടുക്കാതെ മുഴുവൻ സമയവും ഉമ്മൻചാണ്ടിയുടെ ഈ അന്ത്യകർമ്മങ്ങളുടെ ലൈവ് കാഴ്ചകൾ കേരളത്തിന് സമ്മാനിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ മരണസമയത്ത് ശതാധിപൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാനായിട്ട് കേരളം മുഴുവൻ പുതുപ്പള്ളിയിലേക്ക് ഒഴുകി നീങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചവർ പോലും പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി മരണത്തെക്കാൾ കൂടുതൽ ശക്തനായത് ആ മനുഷ്യൻ നീതിമാനായതുകൊണ്ടാണ്. അതുകൊണ്ട് നീതിമാന്മാർക്കിടയിലെ രാഷ്ട്രീയക്കാരുടെ ഇടയിലെ നീതിമാനുമാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് OC-ക്ക് പകരം വെക്കുവാനായിട്ട് ഇതുവരെ ഒരു OC-യെ ആർക്കും കണ്ടെത്തുവാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ട് സംശുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മീയതയും രാഷ്ട്രീയവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പഠിപ്പിച്ചു കൊടുക്കുക, കേരളത്തിലെ പൊതുസമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക ഒരു നല്ല രാഷ്ട്രീയക്കാരനും നല്ലൊരു ആധ്യാത്മിക നേതാവും കൂടിയാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. മരണശേഷവും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം തുടരുകയാണ്. ഞായറാഴ്ചകളിലെ പുതുപ്പള്ളിയിലെ വീടുകളിലേക്ക് ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തുന്നത് കണ്ടു. മരണത്തിന് ശേഷം അദ്ദേഹം കൂടുതൽ ശക്തനാവുകയായിരുന്നു. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മഹാബലി വീണ്ടും 10 മടങ്ങ് ശക്തനായിട്ട് തിരിച്ചു വരുന്നത് പോലെ തന്നെ മരണം ഉമ്മൻചാണ്ടിയെ കൂടുതൽ ശക്തനാക്കുകയാണ് എന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുകയും മനുഷ്യനെ സേവിക്കുകയും ചെയ്ത
വളരെ അപൂർവങ്ങളായ ഒരു രാഷ്ട്രീയ പ്രതിഭാസമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയാനായിട്ടാണ് എനിക്കറിയാം. യെസ്, വ്യക്തമാണ്. ശ്രീ ടി ദേവപ്രസാദ്, പ്രത്യേകിച്ച് അങ്ങ് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പൊളിറ്റിക്കൽ കരിയറിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈഫിനെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ജീവിതത്തെ പഠിക്കുമ്പോൾ ജനത്തെ സേവിക്കാനുള്ള ആ ഒരു അവസരം, ജനത്തെ സേവിക്കാനുള്ള ആ ഒരു സമയം ഒരു ലഹരിയായി കണ്ട ഒരു മനുഷ്യൻ. ഒപ്പം തന്നെ ഈ ജനങ്ങളോടൊപ്പം ആയിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഊർജം കിട്ടുന്നത്? അത് ഊണും ഉറക്കവും വിശ്രമവും എല്ലാം ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു സ്ഥിതി, അത് എങ്ങനെയാണ് ആൾക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഊർജം കിട്ടുന്നത്? ശരിക്കും ഒരു അത്ഭുത മനുഷ്യൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പൊളിറ്റിക്കൽ കരിയറിന്റെ തുടക്കം മുതൽ വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ അത്ഭുതത്തിന് പിന്നിലെ ഒരു രഹസ്യം എന്തായിരിക്കാം ശ്രീ ടി ദേവപ്രസാദ്? നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഒരു സുഗന്ധമായി മാറിയ ഒരു പുണ്യപുരുഷനാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി കടന്നു പോയിട്ട് ഒരു വർഷം തികയുമ്പോൾ ഇത്തരം അനുസ്മരണ ചർച്ച അതിൽ പങ്കെടുക്കാനാവുന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഉമ്മൻചാണ്ടി ജനങ്ങളെ സ്നേഹിച്ചു എന്നുള്ളതാണ് ജനങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷവും ഊർജവും കണ്ടെത്താൻ സാധിച്ചത്. ജനങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കൊടിയുടെ നിറം നോക്കിയോ മതത്തിന്റെ നിറം നോക്കിയോ ഒന്നുമല്ല ഉമ്മൻചാണ്ടി സ്നേഹിച്ചത്. ഉമ്മൻചാണ്ടി മതേതരവാദിയാകുന്നത് ഒരു മതത്തെയും തള്ളിപ്പറഞ്ഞല്ല, സ്വന്തം മതത്തിൽ വളരെ ആഴമായി വിശ്വസിച്ചുകൊണ്ടും, അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന മതത്തിൽ വളരെ ആഴമായി വിശ്വസിച്ചുകൊണ്ടും എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടുമാണ്. മനുഷ്യ സ്നേഹത്തിന് പരിധികളില്ലാതെ എല്ലാ മനുഷ്യനെയും സ്നേഹിക്കാനായ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പൊതുവെ ജനങ്ങളൊത്തായിരിക്കുന്നതിൽ ഒരാവേശം കണ്ടെത്താറുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്ര ക്ഷീണിതനായാലും ഒരു പൊതുയോഗത്തിന് പോകാൻ സാധിച്ചാൽ അദ്ദേഹം പിന്നെ വളരെ ഊർജ്ജസ്വലനായി മാറുമെന്ന്. അത് ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ പൊതുവായ ഒരു സ്വഭാവം, പലരുടെയും പൊതുവായ ഒരു സ്വഭാവമായി നാം കണക്കാക്കാറുണ്ട്. നമുക്കറിയാം, വലിയ വാർദ്ധക്യത്തിലെത്തിയാലും 80-90 വയസ്സൊക്കെ കഴിഞ്ഞും പലരും ഇങ്ങനെ ഊർജ്ജസ്വലരായി ഓടി നടക്കുന്നത് കാണാം. അത് അധികാരത്തോടുള്ള ഒരു കൊതി കൊണ്ട് മാത്രമല്ല, ജനങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. ഉമ്മൻചാണ്ടി എന്ത് ജനങ്ങളോടൊത്തായിരിക്കാൻ ശ്രമിച്ചു. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടികൾ അടക്കമുള്ള ജനസമ്പർക്ക പരിപാടികൾക്കൊക്കെ 28, 30 മണിക്കൂറൊക്കെ, ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. ഒരു ദിവസം കഴിഞ്ഞിട്ടും ആ നിന്നിടത്ത് നിന്ന് 15-16 മണിക്കൂർ നിന്നിടത്ത് നിന്ന് എഴുതിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനൊരു ഒരു ഒരു ഒരിക്കലും ഇനി കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ശൈലിയും അനുകരണീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരാള് കയറിയിരുന്നതൊക്കെ നമ്മൾ TV കൂടെ കണ്ടാണ് അദ്ദേഹം പോലും മനസ്സിലാക്കി. അദ്ദേഹത്തെ അതിന്റെ സെക്രട്ടറി പി.ടി. ചാക്കോ പറയുന്ന അമേരിക്കയിൽ നിന്ന് ആരോ വിളിച്ചു, മുഖ്യമന്ത്രിയുടെ കസേരയില്ലാതെ ഇരിക്കുന്നു നോക്കി. അന്നേരമാണ്, കാരണം ഓഫീസ് എന്ന് പറയാൻ അതുപോലെ ആളാണ്. ഉമ്മൻചാണ്ടി മന്ത്രി ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയായിട്ട് പരിചയമുള്ളത് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മുറി പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നും അവിടെ ഉള്ളത് വലിയ ജനക്കൂട്ടങ്ങളാണ്. ഒരിക്കല് തൃശ്ശൂരിൽ നിന്നുള്ള വനംവകുപ്പ് മന്ത്രിയായിരുന്നു KP വിശ്വനാഥൻ പറഞ്ഞൊരു കഥയുണ്ട്. വനംവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ പോയി. മുറി ചെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റാരോ വന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു ശീലം, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വരുവാണെങ്കിൽ അയാളെ ശ്രദ്ധിക്കുന്നു കണക്കാം. അയാളുടെ പ്രശ്നങ്ങളൊന്ന് കേട്ടതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും. അയാളെ ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് തീർക്കാന്നാണെങ്കിൽ പെട്ടെന്ന് തീർന്ന് പറഞ്ഞു വിടും, അല്ലെങ്കിൽ കേട്ടിട്ട്. അപ്പം വിശ്വനോട് പറഞ്ഞു, വിശ്വനൊന്ന് നിൽക്കുക, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. ആ അദ്ദേഹത്തെ ഒന്ന് അങ്ങനെ വിശ്വനൊന്ന് കൈകൊണ്ട് കാണിച്ചുള്ളൂ. കൈകൊണ്ട് കാണിച്ചിട്ട് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് സംസാരിക്കാൻ പോയി. അങ്ങനെ ഒരു വിശ്വൻ എന്നോട് പറഞ്ഞത് ഒരു അരമണിക്കൂറോളം നിന്നു. അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം ഉമ്മൻചാണ്ടി ചെവി പറഞ്ഞു, ഞാനിപ്പം വനംവകുപ്പ് മന്ത്രിയാണ് കേട്ടോ, പഴയ വിശ്വനല്ല എന്ന് പറഞ്ഞ തമാശ പറഞ്ഞ് ചിരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഉമ്മൻചാണ്ടി അങ്ങനെയാണ്. ഒരിക്കൽ ഉമ്മൻചാണ്ടി രോഗിയായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പേവാടി കിടക്കുന്നതാണ്. ഞാൻ ഉമ്മൻചാണ്ടിയെ കാണാൻ ചെന്നു. ഉച്ച സമയമാണ്. പത്രക്കാരെന്നുള്ള രീതിയിൽ എനിക്കും ആ സമയത്ത് എത്താൻ സാധിച്ചു. അവിടെ ചെന്നപ്പോൾ മുറി നിറച്ചപ്പോൾ ഭയങ്കര ആളാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കേണ്ട സമയം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മറിയാമ്മ
പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്നു അവരും ബാങ്കിൽ നിന്ന് വന്നു പെട്ടെന്ന് വന്ന് അവർ ഭക്ഷണം എടുത്തു. ഈ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പൊ ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു ശല്യമല്ല, ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം ഒരു 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 സന്തോഷവും ആനന്ദം. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ വണ്ടിയിൽ എന്തുമാത്രം ആളായിരിക്കും, അംബാസഡർ കാറുകളായിരുന്നല്ലോ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് 8-9 പേര് വരെയൊക്കെ ആയിരിക്കും സ്ഥിരയിരിക്കുന്നത്. എന്തോരം പേര് കയറിയാലും ഉമ്മൻചാണ്ടി കുഞ്ഞുഞ്ഞിന് ഒരു സ്പേസ്. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ MLA-യുടെ മുറിയിൽ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? ജനങ്ങളോടൊത്ത് ആയിരിക്കുക, അവരെ സേവിക്കുക, അതിനകത്ത് ഒരു വലിയ ആനന്ദം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ആ രീതിയിലാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിരിക്കും അദ്ദേഹം. ശ്രീ ദേവപ്രസാദ്, ഇത്തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് ഈ വികസനത്തിലും ഒരു മാനുഷിക മുഖം അദ്ദേഹം കൊണ്ടുവന്നില്ല. അതെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഒരു മാനുഷിക മുഖം എന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ആഴ്ച നടത്തിയ ഒരു ചർച്ച പറഞ്ഞതാണ്. വിഴിഞ്ഞം തുറമുഖം വന്നപ്പം വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകുമ്പോൾ 7,000-ലധികം കുടുംബങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇതിനറിയാം. അവർക്ക് വേണ്ടി ഒരു പുനരധിവാസ പദ്ധതി 471 കോടിയുടെ ഒരു പുനരധിവാസ പദ്ധതി അദ്ദേഹം ഉണ്ടാക്കി. ആ പുനരധിവാസം 350 കോടി രൂപ, 59 കോടി, 360 കോടിയോളം അവർക്ക് വീടുണ്ടാക്കുന്നതിന് വേണ്ട 60 കോടി രൂപയോളം അവർക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി അത് നീക്കിവെച്ചു. ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നമ്മൾ അന്ന് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ പോലെ വിഴിഞ്ഞം പദ്ധതി നഷ്ടത്തിലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ലാഭമാകുന്നവരെ ഒരു വർഷം 817 കോടി രൂപ വെച്ചാൽ അദാനിക്ക് കൊടുക്കണം. ഈ അദാനിക്ക് കൊടുക്കേണ്ട കാശൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. അദാനിയെ കൃത്യമായിട്ട് മേടിച്ചോണ്ട് പോകും. അതിന്റെ പകുതി മതി ഈ ഇവിടുത്തെ ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ, അവരുടെ കണ്ണുനീരില്ലാതാക്കാൻ. അങ്ങനെ ഏത് പദ്ധതി വന്നാലും എല്ലാ പദ്ധതികളും ഉണ്ടാകുമ്പോൾ ആ പദ്ധതികളോട് ചേർന്ന് ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നവരുണ്ട്. ആ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എപ്പോഴും അദ്ദേഹത്തിന് ഒരു കരുതലുണ്ടായിരുന്നു എന്നുള്ളത് വിഴിഞ്ഞം പദ്ധതി തന്നെ അതിന്റെ തെളിവാണ്. അപ്പം ഈ മനുഷ്യനെ സഹായിക്കുക. അപ്പൊ അദ്ദേഹം വലിയ ഈ ശുപാർശകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാർക്കിടയിലൊക്കെ പറയുന്ന ഒരു സംഭവം, ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിനോട് ശുപാർശ ചെയ്യാവെന്നും പറഞ്ഞ് എന്നാലും ഉമ്മൻചാണ്ടി വിളിച്ച് പറയാന്ന് പറഞ്ഞ്, ക്ലിന്റൺ അല്ല ഇപ്പം ബൈഡൻ അല്ലേ, ഉമ്മൻചാണ്ടിയാണ് ഇങ്ങനെ എന്റെ ഒരാളാണ്, ഇതൊന്ന് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന പറഞ്ഞു. അപ്പൊ ഒരിക്കലും തമാശയായിട്ടാണ് ഇതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞു അവര് വരുന്നത് ഞാൻ പറഞ്ഞ നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. അതുകൊണ്ട് ഞാനിപ്പോ ആരെ ആയാലും വിളിക്കും. ബൈഡനെ വിളിക്കുമെന്നല്ല പറഞ്ഞ്, ചീഫ് സെക്രട്ടറി ആയാലും സെക്രട്ടറി ആയാലും. പക്ഷെ അങ്ങനെയുള്ള വിളിക്കുന്നതിന്റെ ഒരു പ്രയോജനം ഉണ്ടായത് നമ്മൾ കണ്ടത് ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് 2014 ജൂലൈയിൽ തക്രീത്തിലെ ടീച്ചേഴ്സ് ആശുപത്രി കുടുങ്ങിപ്പോയ ഈ മലയാളി നേഴ്സുമാരെ കൊണ്ടുവരാനുള്ളത്. മലയാളി നേഴ്സുമാരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റാണ് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാക്കി. ഇറാഖില് അന്ന് ഗവൺമെന്റ് ഇല്ല. ഇറാഖിലെ പോകാനുള്ള കുവൈറ്റിന്റെ വിമാനം അവിടെ ഇറങ്ങാൻ ഇറാഖ് സമ്മതിക്കുന്നില്ല. നമ്മുടെ നേഴ്സുമാരിലെ ഇർബിൽ എന്ന് പറയുന്ന വിമാനത്താവളത്തിലെത്തി. എന്ത് ചെയ്യും? അവർ കരഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വിളിക്കുകയാണ്. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് തോന്നി സുഷമ സ്വരാജ് രാത്രി വിളിച്ചു. രാത്രി 1 മണിക്കോ 2 മണിക്കോ അങ്ങാണ്ടാണ് സുഷമ സ്വരാജിനെ വിളിച്ചു. സുഷമ സ്വരാജ് ഉടനെ തിരിച്ചു വിളിച്ചു. പിന്നെ ഒരു ലോക്കൽ നേതാവിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു നേതാവിൻ ഒരു വ്യവസായിയുടെ സഹായം കൂടെ തേടിയാണ് അവരെ കൊണ്ടുവരാൻ പറ്റിയത്. 15 മിനിറ്റിനകം സുഷമ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്, അവരുടെ വിമാനം അവിടുന്ന് പറന്നു. ഇങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ ഏത് മാർഗം. ഇപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതെ ഇരുന്നാലും കോവിഡ് ഉണ്ടായപ്പോൾ എത്രയോ പേരെ അദ്ദേഹം സഹായിച്ചു. കോവിഡിന് പോലും അന്യ സംസ്ഥാനങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വഴി അവർ ഈ സഹായം കേന്ദ്രീകരിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ. മനുഷ്യനെ സഹായിക്കണം. അത് നമ്മുടെ ഒരു പ്രശ്നം. നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ക്ലേശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളായാലും നമുക്ക് ഉണ്ടെന്ന് പുള്ളി മിക്കവാറും എല്ലാം അറിയും. കാരണം നെറ്റ്വർക്ക് അതുപോലെ ഇതാണ്. വിളിച്ച് സംസാരിക്കുക. ഞാൻ ആരോടെങ്കിലും പറയേണ്ടതുണ്ടോ, ഇങ്ങനെ ഇന്ന ആളിനോടൊന്ന് പറയാ, അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ. അതായത് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു ഫീലിംഗ് വരുത്താൻ ഇതുപോലെ ഒരു നേതാവ്. പിന്നെ മാണിസാറിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. മാണിസാറിന് ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിത്വം സ്നേഹിക്കുന്നവരോടൊപ്പം ആയിരിക്കും, അവരെ സ്നേഹിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കാൻ ഇതൊക്കെ സാധിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഇതൊരു അപൂർവതയാണ്. കുറെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു അമ്മൂമ്മ കഥ പോലെ ആവുമെന്നാണ് തോന്നുന്നത്. കാരണം പണ്ടിങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളം ജീവിച്ചിരുന്നു. കാരണം അങ്ങനെ ഒരാളെ കാണാൻ ഇനി നമുക്ക് സാധിക്കുമെന്ന് ഇപ്പോഴത്തെ പലരെയും എനിക്കറിയാം. അവരിൽ നിന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇനി വല്ലൊരു മധുവം നമുക്കറിയാൻ പറ്റില്ല. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം ശ്രീ ജോസഫ് വാഴക്കൻ. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം
വലിയ രീതിയിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നുപോയ ഒരു ഘട്ടമാണ് 2016 മുതൽ 2011 മുതൽ 16 വരെ ഒരു കാലഘട്ടം. അന്നങ്ങ് മൂവാറ്റുപുഴയിൽ നിന്നും ജയിച്ച് MLA ആണ്. നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എതിരാളികൾ അദ്ദേഹത്തോട് ചെയ്തത് വലിയൊരു വഞ്ചന, വലിയൊരു കൊടും ചതി തന്നെയല്ലേ? എതിരാളികൾ തമ്മിൽ ആരോഗ്യപരമായിട്ടുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ഒരു വ്യക്തിഹത്യ തന്നെയായിരുന്നില്ലേ? അദ്ദേഹത്തോടൊപ്പം ആ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ആ പ്രതിസന്ധികളെ അദ്ദേഹം എങ്ങനെ തരണം ചെയ്തു? ആ പ്രതിസന്ധികൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തിഹത്യ നിറഞ്ഞ ആ ഒരു ആരോപണങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം ഒരു മാനസികമായിട്ട് തളർത്തിയിരുന്നു? അന്നത്തെ ആ ഒരു കാലഘട്ടത്തെ ഒന്ന് പങ്കുവെക്കാമോ? 2011-16 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലം പക്ഷെ എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിലല്ല, കേരളത്തിൽ ഇത്രയധികം ഒരു വികസന കുതിപ്പ്, ഒരു വികസനത്തിന്റെ ഒരു ഉത്സവം നടന്ന ഒരു കാലഘട്ടമില്ല. എന്നുവെച്ചാല് ഇന്നിപ്പോ നമ്മൾ കാണുന്ന എത്രയോ മെഗാ പ്രോജക്റ്റുകൾ ആ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. അത് നമുക്ക് സമാനമായി അതുപോലെ ഇത്രയും വികസനങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം തന്നെ വികസനവും കരുതലും എന്നായിരുന്നു. ഇത്രയും വികസനം കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. ആ ഗവൺമെന്റിനെ എതിരെ പ്രതിപക്ഷം പോയിട്ട് വേറെ ഒരാൾക്കും അദ്ദേഹത്തിന് എതിരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെ എതിർക്കാനോ അദ്ദേഹത്തിനെതിരെ പറയാനോ കഴിയാത്ത രീതിയിൽ അദ്ദേഹം അതിശക്തനായ നേതാവായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരുന്നു പ്രവർത്തനം കൊണ്ട്. പ്രത്യേകിച്ച് വികസന കാര്യങ്ങൾ, വികസനത്തിന്റെ നേരത്തെ ഇപ്പോൾ ദേവപ്രസാദ് ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി. കൊച്ചി മെട്രോ ഉൾപ്പെടെ, വിഴിഞ്ഞം, കണ്ണൂർ എയർപോർട്ട്, LNG ടെർമിനൽ, സ്മാർട്ട് സിറ്റി, ഇങ്ങനെ ഒരുപാട് വലിയ മെഗാ പ്രോജക്റ്റുകൾ വന്നു. അതുപോലെ 14 മെഡിക്കൽ കോളേജുകൾ, ആകെ 3, 4, 5 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നിടത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങി. അതുപോലെ തന്നെ ഓരോ മേഖലയിലും വലിയ വികസനം നടന്നൊരു കാര്യമാണ്. അതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കരുതല്, ഈ നമ്മുടെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്ന് പറയുന്ന കാരുണ്യ ലോട്ടറി, ആ ലോട്ടറി ശ്രീ മാണി സാറിന്റെ വകുപ്പാണ് അത് നടത്തിയത് എങ്കിലും അതിന്റെ ബുദ്ധി, അതിന്റെ പിന്നിൽ ശ്രീ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി പറയുമായിരുന്നു, അദ്ദേഹത്തിന് ആദ്യത്തെ ജനസമ്പർക്ക പരിപാടി തന്നെ അദ്ദേഹം 2-3 പ്രാവശ്യം നടത്തി. ആദ്യത്തെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും കൂടുതൽ നിവേദനം അദ്ദേഹം പറയുമായിരുന്നു ആരോഗ്യത്തെക്കുറിച്ചാണ്. മനുഷ്യന്റെ ആരോഗ്യവും അവന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. അതാണ് അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിന്റെയും കൂടി ഭാഗമായിട്ട്, കൂട്ടായ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ലോട്ടറി, നമ്മുടെ കാരുണ്യ ലോട്ടറി ആരംഭിച്ചത്. ആ കാരുണ്യ ലോട്ടറിയുടെയും അന്നത്തെ പേരിൽ ഞാൻ ഓർക്കുന്ന 2000-ലധികം കോടി രൂപയുടെ ഈ ചികിത്സാ ധനസഹായം ആ ഗവൺമെന്റ് കൊടുത്തത്. അതിന്റെ ആ പദ്ധതിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അത് കേരള ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത പണമല്ല, ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമല്ല. ഒരു പുതിയതായ ഒരു ലോട്ടറി ആരംഭിച്ച് ആ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം പൂർണ്ണമായും പാവപ്പെട്ടവന്റെ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും. അന്ന് എന്നെയൊക്കെ സമീപിച്ചിട്ടുള്ള, ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടി സമീപിച്ചിട്ടുള്ള ഒരാളെ പോലും ഞങ്ങൾക്ക് വെറും കൈയോടെ പറഞ്ഞു വിടേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്ക് ആത്മധൈര്യമാണ്. ഏത് അസുഖം, അത് കിഡ്നി മാറ്റാനാണെങ്കിലും ലിവർ മാറ്റാനാണെങ്കിലും ചെലവേറിയ അസുഖങ്ങളാണെങ്കിലും അത് ഏത് ഡോക്ടറെ കാണേണ്ടതാണെങ്കിലും ഒക്കെ ഞങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാൻ ഞങ്ങൾക്ക് പറയാൻ പറ്റുമായിരുന്നു. കാരണം ഒരു ഗവൺമെന്റ്, ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കൂടി ഉണ്ട്. എന്താവശ്യം ചെന്ന് പറഞ്ഞാലും അതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ, അതിന് വഴി തെളിഞ്ഞു തരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക്, ചെറിയ തുകയൊന്നുമല്ല, ഇപ്പൊ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യാനായിട്ട് 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നത്. എന്നൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലിസി ഹോസ്പിറ്റലൊക്കെ ബന്ധുക്കളാണെങ്കിൽ അത് കിഡ്നി മാറ്റാൻ 4 ലക്ഷം രൂപ മതിയെന്ന്. പക്ഷെ മറ്റു പല ഹോസ്പിറ്റലുകളിൽ 8 ലക്ഷം രൂപയാണ്. പക്ഷെ 8 ലക്ഷം രൂപയാണെങ്കിലും 5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നാട്ടുകാരും മറ്റു സുമനസ്സുകളെല്ലാം കൂടി സഹായിച്ച് അതങ്ങ് നടക്കും. അതുപോലെ ലിവർ മാറ്റിവെക്കാൻ, ഏത് ട്രീറ്റ്മെന്റിലാണെങ്കിലും, എന്ന് വെച്ചാൽ അന്ന് വരെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത്രയും വലിയ മാരകമായ അസുഖങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഇത്രയും ചെലവേറിയ ചികിത്സാ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് മാർഗമില്ലായിരുന്നു. അങ്ങനെ കിഡ്നി മാറ്റിവെക്കുന്നതിനോ ലിവർ മാറ്റിവെക്കുന്നതിനോ ഒരു പാവപ്പെട്ടവനും ശ്രമിക്കാറ് പോലും ഇല്ലായിരുന്നു.
അവനെ തൊട്ടടുത്ത ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നു, പരമാവധി മെഡിക്കൽ കോളേജ് വരെ പോകും, കിട്ടുന്ന അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് പിന്നെ ആയുസ് എത്രയുണ്ടോ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും, എനിക്ക് ആയുസ് നീട്ടി കിട്ടാൻ. അതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് വീണ്ടും ഏതാണ്ട് ആ അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അന്ന് അതൊരു പ്രശ്നമായിരുന്നില്ല, അത് നടത്തി തരുമായിരുന്നു. അതുപോലെ പുതിയതായിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ, പുതിയ പാവപ്പെട്ട കുട്ടികൾക്ക്, അതായത് ചെവി കേൾക്കാൻ മേലാത്ത കുട്ടികൾക്ക്, ചെവി കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. എത്ര കുട്ടികൾക്കാണ് അതും പറഞ്ഞതുപോലെ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, റീപ്ലേസ് ചെയ്യാനും അത് ഇംപ്ലാന്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള. അപ്പൊ എത്ര, അതുപോലെ ഈ ചികിത്സാ മേഖലയില് പാവപ്പെട്ടവന്റെ ഉള്ള കരുതല് അത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. മാത്രമല്ല ഈ ജനസമ്പർക്ക പരിപാടിയിൽ ഒരു വലിയ പ്രത്യേകത, മിക്കവാറും ജനസമ്പർക്ക പരിപാടി ചെല്ലുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നിയമക്കുരുക്കിൽ കിടക്കുകയാണ്, ഇത് ഒരു കാരണവശാലും പരിഹരിക്കാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെല്ലും, ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നിയമമില്ല, അതിന് വകുപ്പില്ല എന്ന് പറഞ്ഞ് അത് മാറ്റിയിടും. നിരന്തരമായി പലവരുടെയും ജീവിത പ്രശ്നങ്ങളായിരിക്കും, കുടുംബത്തിലെ അവരുടെ പിന്നെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, നൂലാമാലകൾ പിടിച്ച പ്രശ്നങ്ങൾ. അതിനൊക്കെ പരിഹരിക്കാൻ ഈ ജനസമ്പർക്ക പരിപാടി നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴദ്ദേഹം വേർതിരിക്കും. നിയമസഭയിൽ കൊണ്ടുവന്ന പുതിയ നിയമനിർമ്മാണത്തിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന പരിഹരിക്കാമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരാൻ പറയും. വകുപ്പോടുകൂടി നിയമസഭ വെക്കണമെങ്കിൽ അടുത്ത ദിവസം നിയമസഭാ സമ്മേളനത്തിൽ അത് വെക്കും, മന്ത്രിസഭയുടെ പാസ്സാക്കേണ്ടതാണെങ്കിൽ അത് അങ്ങനെ നടത്തും. അങ്ങനെ എത്രയോ നിയമനിർമ്മാണങ്ങൾ. എനിക്ക് തോന്നുന്നത് PR ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തില് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അന്ന് വരെ പരിഹരിക്കപ്പെടാൻ കഴിയാതിരുന്ന ഒരു 100 പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള പുത്തൻ ഉത്തരവുകളുടെ ഒരു വലിയ ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട് PR ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. പുതിയ നിയമ ഭേദഗതികൾ വരുത്തി ജനങ്ങൾക്കനുസൃതം ആവശ്യപ്പെടുന്ന, അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി കൊടുത്തതിന്റെ ഒരു വലിയ ബുക്ക് തന്നെ PR അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പിന്നെ ഉമ്മൻചാണ്ടി അവസാന നിമിഷം കൊടുക്കാൻ വേണ്ടി തന്നെയാണത്. അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് അന്നത്തെ ബാർ മുതലാളിമാരാ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. എന്റെ അടുത്ത് ഇവർ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് കൊടുക്കും. കാരണം അന്നത്തെ ആരോപണ വിധേയായ ഒരു സ്ത്രീയെ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവസാന നിമിഷങ്ങൾ പറയിപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ കള്ളപ്രചരണങ്ങൾ നടത്തുകയായിരുന്നു. സത്യത്തില് അതിനൊന്നും നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു പ്രതിപക്ഷം, അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷം എന്നാണ് എന്റെ അഭിപ്രായം. അത്രയും വലിയ നീചമായ പ്രവർത്തിക്കൊന്നും അവർ നിന്നു കൊടുക്കാതെ, അവർക്ക് അധികാരം എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി ആരെ കിട്ടിയാലും ഉപയോഗിക്കാമെന്നുള്ളൊരു നിലയിലായിരുന്നു അവർ. പല ആളുകളും എന്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ നാട്ടിലുള്ള പല ആളുകളൊക്കെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്. അവർക്ക് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങൾ പുറത്തു വിടും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും, ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഞങ്ങളത് പറയും, പത്രസമ്മേളനം നടത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിതൊന്നും ഗൗരവമായിട്ട് എടുത്തൊന്നുമില്ല അതൊന്നും. അപ്പൊ അത് പക്ഷേ അവര് ഈ തരത്തിൽ എന്തും പറയാൻ പിന്നെ ചില ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് അവർ ഈ തരത്തിലുള്ള പത്രസമ്മേളനങ്ങളൊക്കെ നടത്തി അതിനെ പരമാവധി അന്നത്തെ പ്രതിപക്ഷത്തു നിന്നുള്ള പിന്തുണ കിട്ടി. അവരതിനെ വലിയ പ്രചരണങ്ങൾ കൊടുത്തു, മാധ്യമങ്ങൾ അത് ആഘോഷമാക്കി. പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് അത്ഭുതം കൂറുന്നൊരു കാര്യം, ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയുടെ നാവിൽ നിന്ന് ഒരു ചെറിയ ഒരു പരാമർശമോ ഒരു അനാവശ്യമോ ആരെങ്കിലും പിന്നെ പഴി പറയുന്ന രീതിയിലോ വെല്ലുവിളിക്കുന്നതിന് ഒരൊറ്റ അക്ഷരം അദ്ദേഹം വേണ്ടിയിട്ടില്ല. അദ്ദേഹം പറയും, ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്, ദൈവം കണ്ടുകൊണ്ടിരിപ്പുണ്ട്, ഇതൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നത് ഈ ബാർക്കോഴയെ സംബന്ധിച്ചിടത്തോളം, ബാർക്കോഴയല്ല, ഈ സോളാറിനെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ അന്വേഷണ കമ്മീഷന്. ആ അന്വേഷണ കമ്മീഷനിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് ഇഷ്ടമുള്ള ടേംസ് ഓഫ് റെഫറൻസ് വേണം വയ്ക്കാം. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. അന്വേഷണ കമ്മീഷനെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ ടേംസ് ഓഫ് റെഫറൻസും ഗവൺമെന്റ് തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. അവരിങ്ങോട്ട് പറയാത്ത കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്താനും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ പോലും ഈ കമ്മീഷന് വേണമെങ്കിൽ പിന്നെ അന്വേഷിക്കാൻ ഉള്ള അനുമതി കൊടുത്തുകൊണ്ട് വളരെ വിശാലമായ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ആണ് അദ്ദേഹം ആ എൻക്വയറി കമ്മീഷന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കാട് കയറി അതിന്റെ അന്വേഷണം പോവുകയും പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ. ഏതാ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അവസാനം ഒരിക്കൽ പറഞ്ഞു. എനിക്ക് ഇതിന് അദ്ദേഹത്തിനെതിരെ കമ്മീഷണർ റിപ്പോർട്ട് തന്നെ രസകരമാണ്.
കമ്മീഷന്റെ ഫൈൻഡിങ് ആയിട്ടല്ല ഈ വന്നിരിക്കുന്നത്. ഈ പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് അന്നത്തെ അഡ്വക്കേറ്റ്സിന്റെ ഒരു വലിയ ടീം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരായിട്ട് ഇടതുപക്ഷത്തിന്റെ അഡ്വക്കേറ്റ്സിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. ഓക്കെ. അവരെല്ലാരും കൂടി തയ്യാറാക്കിയ കുറെ ആരോപണങ്ങൾ, അതൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേസ് വരത്തക്ക രീതിയിൽ അവരത് എഴുതി വളച്ചുകൂട്ടി എഴുതി ഉണ്ടാക്കിയ കുറച്ച് പോയിന്റ്സ് അത് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ കൂട്ടത്തിൽ അങ്ങ് ആഡ് ചെയ്യുക. കമ്മീഷൻ അതിന്മേലുള്ള ഫൈൻഡിങ്സ് അല്ല വന്ന്, ഓക്കെ. എന്നിട്ട് ഇത് കമ്മീഷന്റെ ഭാഗമാണെന്നുള്ള പ്രചരണമായിരുന്നു. അപ്പൊ ഉമ്മൻചാണ്ടി അതിന്മേൽ പറഞ്ഞ എപ്പോഴാ വേണമെങ്കിലും വിളിച്ച ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ അക്ഷോഭ്യനായി എത്ര മണിക്കൂറാണ് അദ്ദേഹത്തിന് അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ വല്ലതും പോയിരിക്കേണ്ട കാര്യമുണ്ടോ? പോകേണ്ട ഒരു അത് കാര്യം. വാഴക്കാട് ഹൈക്കോടതി എടുത്തു കളഞ്ഞില്ലേ ആ സാധനങ്ങൾ? അതിനുശേഷം അതിനുശേഷം അത് ഹൈക്കോടതി പറഞ്ഞു ഇനിയും മേലാൽ. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കമ്മീഷന്റെ ഒരു ഫൈൻഡിങ്ങും ഇല്ല, കമ്മീഷനൊന്നുമില്ല. ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തത് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുക, ആഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അത് വെച്ചുകൊണ്ടാണ് അന്ന് ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്, ഈ ലെറ്റർ വെച്ചുകൊണ്ട്. ഓക്കെ. ഹൈക്കോടതി അതെടുത്ത് ദൂരെ കളഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു ഇതൊന്നും ഇതിനകത്ത് കൊണ്ടുവരാൻ പോലും പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. Yes, yes. അപ്പൊ ഞാനത് കാരണം അദ്ദേഹത്തിന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. കാരണം ആ സമയങ്ങളിലൊക്കെ ഞാനന്ന് പാർട്ടിയുടെ സ്പോക്സ്മാനും കൂടി ആയിരുന്നുകൊണ്ട് മിക്കവാറും നമ്മൾ ചർച്ചകളിൽ പോകുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലാരിറ്റിയോടെ പറയും, ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളാൻ പറയും. അപ്പൊ അദ്ദേഹത്തിന് അതിലത്ര പൂർണ്ണ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അന്വേഷണ കമ്മീഷന്റെ ഈ ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ വിശാലമായ, ഞാൻ പറയില്ല, പത്രവാർത്തകൾ പോലും ഇതിനകത്ത് അന്വേഷിക്കാനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും ഒരിക്കലും ഒരു ടേംസ് ഓഫ് റെഫറൻസും ആരും വെക്കത്തില്ല. അതുപോലെ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പാടുള്ളൂ എന്നാ പറയുള്ളൂ. ഇത് അങ്ങനെ വരെ കൊടുത്തിട്ട് ഇവർക്കത് അതിൻ്റെ അകത്ത് കയറി മേഞ്ഞ ആവശ്യമില്ലാതെ ഉണ്ടാക്കാൻ കമ്മീഷനെ പോലും സ്വാധീനിച്ചു. കാരണം ഉമ്മൻചാണ്ടി ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഒരു പത്രസമ്മേളനം ഉണ്ട്, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഉമ്മൻചാണ്ടി ഒരു കാര്യം പറഞ്ഞു, എനിക്കിതിലൊന്നും ഒരു ദുഃഖവുമില്ല, കാരണം ഇതൊക്കെ സത്യമാണ്. ഇത് സത്യമൊന്നും ഒരിക്കലും അതൊന്നും ആർക്കും മൂടി വെക്കാനൊന്നും ആവില്ല. സത്യം പുറത്ത് വന്നേ തീരൂ, അത് വരും. അതെനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. പക്ഷെ എന്നെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, എനിക്കതിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. അത് ഇതുവരെ അങ്ങനെ പൊതുവെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും അത് കമ്മീഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. കാരണം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതൊക്കെ ഇപ്പോഴും രേഖകളിൽ കിടപ്പുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് തലേ ദിവസം ആ ഫേവർ വാങ്ങിക്കൂട്ടാനായിട്ട് അവരുടെ മറ്റു മന്ത്രിമാരെ എല്ലാം ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ സമീപിച്ച് മന്ത്രിമാരെല്ലാരും കൊണ്ട് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ് നിർബന്ധിച്ചാണ് അന്ന് പിന്നെ ഒരു എക്സ്റ്റൻഷൻ കിട്ടേണ്ടതായിരുന്നു, അത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ ആത്മജ്ഞാനം പറയാം, എന്റെ ജീവിതത്തിൽ എന്റെ മനസാക്ഷിക്ക് നിൽക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ളൊരു വലിയ കുറ്റബോധമുണ്ട് എനിക്കത് ചെയ്യേണ്ട. കാരണം അത് അതിന്റെ കാലാവധി കഴിഞ്ഞ് അവിടെ അവസാനിക്കേണ്ട കാര്യമുള്ളൂ, പിന്നെ എക്സ്റ്റൻഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ ആ നിലയിൽ വരെ നടത്തിയ പലതരത്തിലുള്ള പ്രകോപനങ്ങളും പലതരത്തിൽ നടത്തിയിട്ടുള്ള മാനിപ്പുലേഷനുകളുടെ ഒരു ഭാഗമായിരുന്നു ആ കമ്മീഷന്റെ റിപ്പോർട്ട്. പക്ഷെ ഏതായാലും അതൊക്കെ റിപ്പോർട്ടൊക്കെ പിന്നീട് CBI വരെ അന്വേഷിച്ചു, എല്ലാവരും അന്വേഷിച്ചു. ഇതിനകത്ത് യാതൊരു കഥയില്ലെന്ന് മാത്രമല്ല, പിന്നെ ഹൈക്കോടതി മേലാൽ ഇതുമായിട്ട് ഈ പ്രദേശത്ത് കണ്ടുപോയേക്കരുത്, ഒരു കോടതി പോലും കണ്ടേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ആ നിലയിൽ വളരെ ക്ലാരിറ്റിയോടെ, എന്തായാലും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഈ കുറ്റത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നിയമപരമായിട്ടാണെങ്കിലും മോചിതനാകാനും ജനങ്ങളുടെ മുമ്പിൽ അന്തസ്സോടെ തലയുയർത്തി പിടിച്ച് മരിക്കാനും കഴിഞ്ഞു എന്നുള്ളൊരു മഹാഭാഗ്യം. അത് അദ്ദേഹത്തിന് ഒരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ആ പാപഭാരം പേറിക്കൊണ്ട് അദ്ദേഹത്തിന് മരിക്കേണ്ടി വരുമായിരുന്നു. ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ ലക്ഷങ്ങൾ വന്നത് ഒരു വലിയ വാശിയോടെയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മരണാനന്തര അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ തിരുവനന്തപുരം മുതൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അടക്കുന്ന സമയം വരെ കൂടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പോകുന്നതൊക്കെ വരുന്ന വഴിയിലൊക്കെ ഞാനല്ല, ഒരുപാട് പല നേതാക്കന്മാരുടെയും ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ഞാൻ പങ്കാളിയായിട്ടുള്ളതാണ്, അതിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അന്ന് കണ്ടിട്ടുള്ള ഒരു ജനക്കൂട്ടം തിരുവനന്തപുരം മുതൽ വലിയ ഒരു കടലിലൂടെ ഒരു ബോട്ട് പോകുന്നത് പോലെ ആടി ഉലഞ്ഞ്, കാരണം ഒരു സെക്കൻഡ് ജനക്കൂട്ടം ഇല്ലാതെ ഒരു ഇഞ്ച് പോകാൻ വയ്യാത്ത, അതുകൊണ്ടാണ് 36 മണിക്കൂർ എടുത്തത്. പോകാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ആ ജനങ്ങൾ ആർത്തലക്കിയായിരുന്നു. ആ ഒരു വലിയ പ്രതിഷേധത്തോടു കൂടിയായിരുന്നു ആളുകളുടെ ഒരു വരവ്. കാരണം അത്രമാത്രം അവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയെ ഇവിടെ ക്രൂശിച്ചു എന്നുള്ള വലിയ, അല്ലെങ്കിൽ ക്രൂശിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രതിഷേധമായിരുന്നു ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് അതിനുശേഷം ഒന്നും ആരും പറയുന്നില്ല, ഇപ്പൊ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല അതിനെക്കുറിച്ച് ആരും. അവർ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് നടത്തി, കഥകളൊക്കെ പറഞ്ഞ് ഇലക്ഷൻ അധികാരത്തിൽ വന്നു, അത് തീർന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിട്ടു, അവരുടെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു, അത്രയും. ഓക്കെ. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ ജോസഫ് വാഴക്കൻ. ദയവായി അങ്ങ് തുടരുക. ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ശ്രീ ജോസഫ് വാഴക്കൻ സൂചിപ്പിച്ചതുപോലെ ഒരു സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ ഒരു വ്യക്തി. അദ്ദേഹത്തെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ട് തളർത്തുവാൻ എതിരാളികൾ ശ്രമിക്കുന്നു. അദ്ദേഹം അധികാരത്തിലേറി 2011, ഈ 2013 ആയപ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു തുടർ ഭരണം ഉറപ്പാണ് എന്ന തരത്തിലേക്കുള്ള ഒരു ചിന്തകളിലേക്ക് കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം മാറുന്നുണ്ടായിരുന്നു. പിന്നീടാണ് 2013 ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഒരു തുടർ ഭരണം ലഭിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ഒരു വികസന ചരിത്രം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറിമറിയാനുള്ള ഒരു സാധ്യത തന്നെ ഉണ്ടായിരുന്നില്ലേ ഫാദർ ജോൺസൺ പാലപ്പള്ളി? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാനായിട്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നീണ്ട 34 വർഷത്തെ നിയമസഭാ സാമാജികത്വത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പദം അദ്ദേഹത്തെ തേടി വരുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ വെറും 72 MLA-മാരുടെ പിന്തുണ മാത്രമേ ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭയ്ക്ക് 5 വർഷത്തെ ആയുസ് ആരും അന്ന് മുൻകൂട്ടി കണ്ടില്ല. പക്ഷേ ഈ 72 MLA-മാരുടെ പിന്തുണയുമായി ഒരു നൂൽപാലത്തിലൂടെ അദ്ദേഹം എത്ര വൈദഗ്ധ്യത്തോടുകൂടിയാണ് സഞ്ചരിച്ചത്. ഘടകകക്ഷികളെ അവരെ ആരെയും പിടക്കാതെ നിർത്തുക. അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ 72 പേരെയും വെച്ചുകൊണ്ട് അദ്ദേഹം 5 വർഷം പൂർത്തിയാക്കി എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരള ജനതയ്ക്ക് അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിന്റെ ഔദാര്യം ആസ്വദിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ടോ എന്തുകൊണ്ടോ ആയിരിക്കും അദ്ദേഹത്തിന് തുടരാനായിട്ട് സാധിച്ചില്ല. ഒരുപക്ഷെ കേരളം സ്വപ്നം കാണുന്നതിന് അപ്പുറത്തുള്ള കർമ്മപദ്ധതികൾ അദ്ദേഹം തുടർന്നിരുന്നെങ്കിൽ നമുക്ക് ലഭ്യമായിരുന്നു. ഇപ്പൊ നമ്മൾക്കിപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പദ്ധതി, സ്മാർട്ട് സിറ്റി, അങ്ങനെ പല കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ചെറിയ കാര്യങ്ങളിലും അദ്ദേഹം ഔത്സുക്യനായിരുന്നു എന്നൊരു ഉദാഹരണമാണ്. വെറും 79 ദിവസം മാത്രം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ പോലീസുകാരുടെ യൂണിഫോം പരിഷ്കരിച്ചത്. നമുക്കറിയാം, പഴയകാലത്തെ സിനിമകളൊക്കെ കാണുമ്പോഴേക്കും പോലീസുകാരുടെ യൂണിഫോം നിക്കറും വലിയ ചട്ടിതൊപ്പിയൊക്കെ ആയിരുന്നു. പോലീസുകാർക്ക് ഈ ഭാഗ്യം ഇപ്പൊ കാണുന്ന ആ വേഷവും ഒക്കെ അദ്ദേഹത്തിന്റെ ആഭ്യന്തരയായിരുന്ന കാലഘട്ടത്തിൽ വെറും 79 ദിവസം മാത്രം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികളൊക്കെ അദ്ദേഹം സ്വീകരിച്ചത്. നമ്മളധികം സംസാരിക്കാത്ത കുറെ വിസ്തൃപ്പെട്ടതും കൂടി അദ്ദേഹം ബാക്കിയാക്കുന്നുണ്ട്. കാരുണ്യ ചികിത്സാ പദ്ധതി, പിന്നെ ശുദ്ധി തരംഗം, വയോമിത്രം, ആരോഗ്യ കിരണം പദ്ധതികള്, പിന്നെ 1 രൂപയ്ക്ക് 3 സെന്റ് ഭൂമി, എല്ലാ മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ, ഇങ്ങനെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സാമാന്യ ജനത്തിന്റെ വിശപ്പ് അകറ്റുന്ന ഒത്തിരിയേറെ കർമ്മപദ്ധതികൾ അദ്ദേഹം രൂപവൽക്കരിക്കുന്നതോടൊപ്പം കേരളത്തിന്റെ ഭൂപടത്തെ തന്നെ നമ്മുടെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുന്ന നിരവധിയായ പരിപാടികളും അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സംഗതി തന്നെയാണ്. അത് ആഗോള അംഗീകാരം തന്നെ അതിന് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ UN അംഗീകാരം കിട്ടുന്നത് നമുക്കറിയാവുന്നതാണ്. ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം നേരിട്ട് കണ്ടത് 12,40,350 ആൾക്കാരെ നേരിട്ട് അദ്ദേഹം കണ്ടു. 242 കോടി രൂപയാണ് ജനങ്ങൾക്ക് ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം വിതരണം ചെയ്തത്. അതോടൊപ്പം തന്നെ ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം കാലഹരണപ്പെട്ട ഏകദേശം 43 നിയമങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചെഴുതിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കേരളം ഒരു അവസരം കൂടെ അദ്ദേഹത്തിന് കിട്ടിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ വികസന ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്ന മറ്റൊരു ഗുണം കൂടിയുണ്ട്. ആധ്യാത്മിക നേതാക്കന്മാരെ പോലും അതിശയിപ്പിക്കുന്ന ആത്മനിയന്ത്രണത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവേശനത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി ചെന്നപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഡോക്യുമെന്ററി ഇട്ടിരിക്കുന്ന പേര് ആരോടും പകയില്ലാതെ കുഞ്ഞുഞ്ഞ് എന്നാണ്. അപ്പൊ അദ്ദേഹം അതിനോട് വിയോജിപ്പ് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ആ പക എന്ന് പറയുന്ന വാക്ക് എടുത്ത് മാറ്റിയേ, ഒരു നല്ല വാക്കല്ല, അല്പം കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള വാക്ക് വെച്ച് നമുക്ക് ഈ ഡോക്യുമെന്ററിക്ക് പേരിടാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പക എന്ന് പറയുന്ന ആ സമയത്ത് ഈ സംഭവം, ഈ ഡോക്യുമെന്ററി ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണ സോളാർ കേസിലെ പ്രതിഷേധങ്ങളൊക്കെ അങ്ങേറ്റം കൊടുമുടി നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് പോലും പക എന്നുള്ള വാക്ക് പോലും ഒരു ഡോക്യുമെന്ററിയിൽ ഉണ്ടാകാൻ പാടില്ല
എന്ന് ശടിച്ച ഒരു നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹം നല്ലൊരു പിതാവാണ് എന്നുകൂടി, ഒരു കുടുംബനാഥനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ അദ്ദേഹത്തിന്റെ തോളെ കയറിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ മുടിക്കിടയിലൂടെ കൈവിരലുകൾ ഓടിക്കുന്നു. ഒരു കൊച്ചുമകനും ഒരു വെല്ലുപ്പിനും തമ്മിൽ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ എങ്ങനെയാണോ അവർ പെരുമാറിയിരുന്നത് അത്രമാത്രം ഒരു ഇഴയെടുപ്പം അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളും മക്കളുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പോലും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഊൺമേശയിലെ ഒരു പാത്രം ഇപ്പോഴും കഴിഞ്ഞ 1 വർഷമായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നീക്കി വെക്കും. അദ്ദേഹം കിടക്കുന്ന മുറിയിലെ വാതിലില് അദ്ദേഹത്തിന്റെ ഒരു ഉടുപ്പ് ഇപ്പോഴും തൂക്കിയിടും. ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ സ്വന്തം കുടുംബത്തെ, ഭാര്യയെ, മക്കളെ, കൊച്ചുമക്കളെ എത്രമാത്രം ചേർത്ത് പിടിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണം 1 വർഷത്തിന് ശേഷവും ആ വീട്ടില് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് വിളമ്പെടാത്ത ഒരു പ്ലേറ്റ് അവിടെ ബാക്കിയുണ്ട്. തയ്ക്കാനില്ലെങ്കിലും ഒരു ഷർട്ട് ആ വീടിന്റെ അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ അദ്ദേഹം തൂക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുറിയിൽ ആരും ഇരിക്കുന്നില്ല. ചാണ്ടിയുമ്മനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്താനായിട്ട് പോയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കസേരയിലേക്ക് ചാണ്ടിയുമ്മനോട് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ പിതാവിന്റെ കസേരയിലേക്ക് ഇരിക്കുക, ഞാൻ എപ്പോഴത്തെ കസേരയിൽ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ചാണ്ടിയുമ്മൻ അത് സ്നേഹം വിമർശിച്ചു. ആ കസേരയിൽ ഇരിക്കാനായിട്ട് ഞാൻ യോഗ്യനല്ല, അദ്ദേഹത്തിന് ചെരുപ്പിന്റെ മാർഗം ഒഴിക്കാനായിട്ട് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് ആ കസേര ഒഴിച്ചിട്ടുണ്ട് മറ്റൊരു കസേര ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് അഭിമുഖം തന്നത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരിലെ മറ്റൊരു രാഷ്ട്രീയക്കാരിലും കാണാത്ത കുറേയേറെ നന്മകളുടെ ഒരു സമഞ്ജസമായിരുന്നു ഉമ്മൻചാണ്ടിയിൽ കാണാൻ സാധിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം നല്ല, ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ ആധ്യാത്മികത ഹൃദയത്തിൽ പേറിയ ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു നല്ല പിതാവായിരുന്നു, ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച ജനങ്ങളുടെ ഒരു കൂട്ടുകാരനായിരുന്നു. ജനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഒരവസരം കൂടി കേരള ജനത നൽകിയിരുന്നുവെങ്കിൽ കേരളത്തിന്റെ വികസന ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ ഒരു സംശയവുമില്ല. ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ് ആ തിരിച്ചറിവ് കേരള സമൂഹത്തിന് വന്നത് എന്നുള്ളത് നമ്മുടെ ഒരു നഷ്ട ദുഃഖമാണ്. അതുകൊണ്ട് ആ മരണം, ഉമ്മൻചാണ്ടിയുടെ മരണം കേരള ജനതയെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ വ്യക്തമാണ്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്, സമയപരിമിതിയുണ്ട്. എങ്കിൽ പോലും ശ്രീ ടി ദേവപ്രസാദ്, നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു നല്ല ഒരു പഴവും ഒരു ചീഞ്ഞ ഒരു പഴവും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഘട്ടത്തിലാണ് നല്ല പഴത്തിന്റെ ഒരു മാധുര്യം അല്ലെങ്കിൽ ഒരു മഹത്വം കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നു. സമാനമായിട്ടുള്ള ഒരു രീതിയിൽ 2016 ശേഷം കേരളത്തിന്റെ ഒരു ഭരണം നാം നോക്കുമ്പോൾ, ഈ ഭരണത്തിന്റെ ഒരു ശൈലി നാം നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു മഹത്വം എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപ്രഭാവമാണ് തീർച്ചയായിട്ടും ഈ മരണശേഷവും ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ഫാക്ടർ കൂടിയല്ലേ ഞാൻ ഈ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ 2016 ശേഷം കേരളത്തിൽ നടക്കുന്ന ഒരു ഭരണം അല്ലെങ്കിൽ ആ ഒരു ഭരണ ശൈലി കൂടി ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമല്ലേ ശ്രീ ടി ദേവപ്രസാദ്? ചുരുങ്ങിയ വാക്കുകൾ. അതിനുശേഷം വന്ന സർക്കാർ ഉമ്മൻചാണ്ടിയുടെ വാതിലുകളെല്ലാം തുറന്നതാണെങ്കിൽ എല്ലാ വാതിലുകളും അടച്ചു. നമുക്കറിയാം, ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്ന് കയറാൻ പറ്റുമോ? ഇപ്പൊ ഒരു വാഴക്കൻ ഒരു XMLA ആണ്, അവിടെ കയറണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു പഴയ പത്രക്കാരനാണ്. പഴയകാലത്തെ പത്രക്കാർക്കൊക്കെ സെക്രട്ടേറിയറ്റിൽ ഇഷ്ടംപോലെ കയറിപ്പോ, ഞങ്ങൾക്കൊക്കെ കയറിപ്പോവായിരുന്നു. ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് എല്ലാം അടഞ്ഞു. അത് തന്നെ ഒരു വലിയ അടയാളമല്ലേ? ഉമ്മൻചാണ്ടി ഒരു വലിയ തുറവിയുടെ മനുഷ്യനായിരുന്നു. അതുപോലെ ഓരോ മേഖലകളിലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ എന്തിനെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് അവർക്ക് പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ പണ്ട് ഏത് പാർട്ടിക്കാരനും ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ പിന്നെ CPM-ലെ ഒരു നേതാവിന്റെ ഭാര്യ, നേതാവിന്റെ പെങ്ങള് കണ്ണൂരെ പിന്നെ ജനസമ്പർക്ക പരിപാടിക്ക് പാർട്ടി വിലക്കിയിട്ട് പോലും പോയി കാര്യം നേടി. അങ്ങനത്തെ ഒരു യാതൊരു പരിഗണനകളും ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് നീതി ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്റെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ഓർക്കാൻ വരുന്നത്, അദ്ദേഹം അവസാനം ചോദിച്ചതായി അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ചോദിച്ചത്രേ, ബാംഗ്ലൂർ അസുഖമായിരുന്നപ്പം ഞാൻ വാവയോട് നീതി ചെയ്തിട്ടുണ്ടോ എന്ന്. വാസ്തവത്തില് അദ്ദേഹത്തിന്റെ ഒരു നീതിബോധത്തിന് ഇതിൽ കൂടിയ ഒരു വലിയൊരു ഒരു ഉദാഹരണം. വാവ എന്നാണ് ഭാര്യയെ വിളിക്കുന്നത്. ഞാൻ വാവയോട് നീതി ചെയ്തിട്ടുണ്ടോ? നമുക്ക് പല ഭർത്താക്കന്മാർക്കും സാധിക്കാത്ത ഒരു സംഭവം. അദ്ദേഹം ചോദിച്ചു. അപ്പം അവര് പറഞ്ഞ ഉത്തരവൊക്കെ ഞങ്ങളെല്ലാം വായിച്ചിട്ടുള്ള. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധിച്ചൊരു മനസ്സ്, അത് ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ മഹത്വമാണ്. എല്ലാവരോടുള്ള ബന്ധത്തിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഉമ്മൻചാണ്ടി രാഷ്ട്രീയക്കാരനാണ്. നമ്മളിവിടെ നന്മ മാത്രമേ പറയുന്നത്. രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അത് ഗ്രൂപ്പിന്റെ ആളായിരുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ ആളായിരുന്നു. ഗ്രൂപ്പ് നിലനിർത്താൻ വേണ്ടിയും ഗ്രൂപ്പ് വളർത്താൻ വേണ്ടി അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കളിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹമായിട്ട് ഞാൻ ഒരിക്കൽ പിന്നെ വളരെ വാഴക്കാർക്ക് ഇരിക്കുന്നതുകൊണ്ട് പേഴ്സണലായിട്ട് പറയാൻ പറ്റില്ല. വാഴക്കൻ്റെ ഒക്കെ ഒരു വലിയ ലീഡർ കളിച്ചതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സ്വപ്രവർത്തനം കളിച്ചതിനെ കുറിച്ച് പേര് പറഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പ്രസാദ്, ഞങ്ങളെല്ലാം രാഷ്ട്രീയത്തിൽ വരുന്നത് അധികാരം പിടിക്കാനാണ്. അതേ അധികാരം പിടിക്കാൻ നോക്കുന്നു, ഞാനതിന് മറിച്ചു നോക്കണം.
അല്ലാതെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് അത് ചീത്തയാണ്, മോശമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിൽ കളികളുണ്ട്. ആ കളി എന്തൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് രാഷ്ട്രീയത്തിലെ കളികൾ ഉമ്മൻചാണ്ടി എടുത്തിരുന്നെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ വേറൊരു നേതാവ് കരുണാകരൻ പോലും അങ്ങനെയുള്ള വലിയൊരു കളിയുടെ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇങ്ങനെയൊരു, അദ്ദേഹത്തെ എതിർക്കുന്നവരോട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. കാര്യം എതിർക്കാരെ കാണുമ്പോൾ ചിരിയൊക്കെ ചിരിക്കും എങ്കിലും. പക്ഷെ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോടെ അദ്ദേഹം രാഷ്ട്രീയത്തിലെ കളികളെ നോക്കി. പക്ഷെ അത് രാഷ്ട്രീയത്തിലെ കളികളുടെ ആളായിരുന്നു. വാഴക്കനൊക്കെ കൃത്യമായിട്ട് അറിയാം. അവര് ഉമ്മൻചാണ്ടി വിരുദ്ധ ഗ്രൂപ്പിന്റെ ആളായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് അല്ലെങ്കിൽ ആന്റണി ഗ്രൂപ്പ് നിലനിർത്താൻ വേണ്ടി ഈ പിന്നെ എ ഗ്രൂപ്പായിട്ട് പിളർന്ന് ഇടതുമുന്നണിയിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. അവിടുന്ന് കേരളത്തിൽ 2 മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കത്തക്ക രീതിയിൽ അവരുടെ ഗ്രൂപ്പ് വളർത്തിക്കൊണ്ട് വന്നതൊക്കെ അവരുടെ രാഷ്ട്രീയ കളിയുടെയും കൂടെ ഭാഗമാണ്. അതുപോലെ ഒരു കാര്യം കൊണ്ടുണ്ട്, സഭയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. ഉമ്മൻചാണ്ടി ഒരു ഓർത്തഡോക്സുകാരനായിരുന്നു. എല്ലാ ഞായറാഴ്ചയും സെന്റ് ജോർജ് പള്ളിയിൽ പോകുന്ന ആളായിരുന്നു. പക്ഷെ മെത്രാന്മാര് പറയുന്ന അതേപടി കേട്ടിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല ഉമ്മൻചാണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഓർത്തഡോക്സ് പള്ളിയുടെ വിവാദം വന്നപ്പോൾ ഓർത്തഡോക്സ് പള്ളിയോടൊപ്പം കണ്ണടച്ച് പുള്ളി നിന്നില്ല. അത് പുള്ളിക്ക് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ എല്ലാവരും പറയും സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അതിന് ഏറ്റവും കൂടുതൽ എടുത്ത ഓർത്തഡോക്സ് ആൾക്കാരായിരുന്നു. പക്ഷെ അത് ജിജി തോമസ് പിന്നീട് അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വലിയ മരിച്ചടക്കൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയാണ് അദ്ദേഹത്തോട് ചെയ്തതെന്ന് ഓർക്കണമെന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നെ ഈ ഞങ്ങളുടെ ബാബ പറയുന്നത് ശരി, കറക്റ്റാണ്. കാരണം സുപ്രീം കോടതി വിധി അനുസരിച്ച് അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പ്രസാദ്? നമുക്കിവിടെ ഈ ഓർത്ത് ജാക്കോബേക്കാരെ ഇങ്ങനെ പള്ളിയിൽ നിന്നെല്ലാം ഇറക്കി വിടാൻ പറ്റും. കാരണം അദ്ദേഹം പുതുപ്പള്ളി താമസിക്കുന്ന ആളാ. തൊട്ടടുത്തുള്ള പിന്നെ മണർകാട് പള്ളി അദ്ദേഹത്തിന് അറിയാം. മണർകാട് പള്ളിയിലേക്ക് ഓർത്തഡോക്സുകാർ കയറാൻ ചെന്നാൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. വളരെ പ്രായോഗികമായി ജനങ്ങളുടെ വികാരങ്ങൾ അറിയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. അത് പക്ഷേ ഈ രാഷ്ട്രീയത്തിനൊക്കെ എന്തിനാ രാഷ്ട്രീയം? ഇന്നത്തെ പലരിലും നമ്മൾ കാണുന്നത് ആ രാഷ്ട്രീയ അധികാരം പിടിക്കാനുള്ള ഒരൊറ്റ കളി മാത്രമാണെന്ന് കരുതുന്ന ഒരു തലമുറ വളർന്നു വരുന്നു, അല്ലെങ്കിൽ അവരെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു. ഇതങ്ങനെയായിരുന്നില്ല. ജനങ്ങളെ സഹായിക്കാൻ എനിക്ക് അധികാരം വേണം എന്നുള്ളതായിരുന്നു. ജനങ്ങളെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക. വാഴക്കനോട് അതെല്ലാം വിവരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ കോക്ലിയർ ഇംപ്ലാന്റിന്റെ ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും സഹായത്തിന് വരുമ്പോൾ നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അതിന്റെ സഹായം കൊടുത്തെന്ന് എൻ്റെ ഓർമ്മ. അതിനുവേണ്ടി ഒരു പ്രത്യേക ഫണ്ട് പോലും പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചെവി കേൾക്കാൻ മേലാത്ത കുഞ്ഞുങ്ങൾ, ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കൺസേൺ. പിന്നെ ഈ ഒരു കാര്യം വഴക്കം പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർക്കാണ്. അവസാനത്തെ മന്ത്രിസഭയുടെ കാലത്താണ് ഈ റബ്ബർ കർഷകൻ പൊളിഞ്ഞ് പാളി സാഹിബാനെ സഹായിക്കാൻ താങ്ങുവില ഏർപ്പെടുത്തിയത്, പർച്ചേസ് വില. അത് നടക്കിയാലെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മാണിസാറിന്റെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഇവിടെ പൈസയിൽ നടക്കിയാലെന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് കൊടുത്തു. അത് അങ്ങനെ ജനങ്ങളെ അവരുടെ പ്രശ്നം അറിയായിരുന്നു അദ്ദേഹത്തിന്. കാരണം അവരുടെ കൂടെ അദ്ദേഹം ജീവിച്ച അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അവരുടെ പ്രശ്നങ്ങൾ അറിയായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ട അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അല്ലെങ്കിൽ അതിനെയൊക്കെ സമീപിച്ചത് ഞാൻ ആരെയോ സഹായിക്കുന്നുള്ളൊരു മട്ടില്ലാതെ ഇത് എൻ്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായ, നമ്മുടെ ഒരു സഹോദരനൊരു പ്രശ്നം ഉണ്ടായ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യോ അതുപോലെ ഇപ്പൊ മാഴകനും എനിക്കും ഒക്കെ അച്ഛനെന്തോരം അറിയാവുന്ന എനിക്കറിയില്ല. ഒരു പ്രശ്നമായിട്ട് ചെല്ലുമ്പം നമ്മളൊക്കെ വ്യത്യസ്തമായ നിലപാടുകളുള്ളവരാന്നൊക്കെ ഉമ്മൻചാണ്ടിക്ക് അറിയാം. പക്ഷെ ആ പ്രശ്നത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, നമ്മളെ എങ്ങനെ സഹായിക്കാം, ആ ഒരു മനോഭാവത്തോടെ നമ്മളൊരു നീതിക്ക് അപ്പുറത്തോട് കാരുണ്യം കാണിക്കുക, അത് ആ മനസ്സിന്റെ ഒരു മഹാപുണ്യമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരിക്കാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ കാലത്ത് പത്രപ്രവർത്തനം സാധിച്ചിരുന്നവർക്കുള്ള ഒരു പുണ്യമായിട്ട് തന്നെ, ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഒത്തിരി ആദരം നൽകി. തീർച്ചയായും ഞാൻ സമയപരിധി മൂലം ഇടപെടുക. ശ്രീ ജോസഫ് വാഴക്കൻ, അവസാനമായിട്ട് ചർച്ചയുടെ ലാസ്റ്റ് ഘട്ടത്തിലെത്തുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യം, പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്നവർ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു മനോഭാവം ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഈ 2021 നിയമസഭാ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഡൊമിനിക് പ്രസന്റേഷനെ കെ സി ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ നമുക്കറിയാം. അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നില്ല. അത് എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, പലപ്പോഴും ഈ 2011-16 കാലഘട്ടത്തിൽ ഈ എതിരാളികൾ ഉയർത്തുന്ന മറ്റൊരു ആരോപണം അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളിലൂടെ ഉമ്മൻചാണ്ടി കടന്നുപോയപ്പോൾ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് വേണ്ടത്ര ഒരു പിന്തുണ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു സംരക്ഷണ കവചം ഒരുക്കപ്പെട്ടില്ല എന്ന് ചിലർ ആരോപണം ഉന്നയിക്കുന്നു. അതിനുള്ള ഒരു മറുപടി കൂടി അങ്ങേക്ക് പറയും. ഇപ്പം ആദ്യം ചോദിച്ചത് ഉമ്മൻചാണ്ടി കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെ പോകുമെന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടല്ല, അത് കുടുംബപരമായിട്ടൊന്നും അല്ല, പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിന് ഒരു ടീമിന്റെ ഒരു വിഭാഗത്തിന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി ഏത് ത്യാഗം അനുഭവിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത, ഞാൻ രാഷ്ട്രീയത്തിൽ മറ്റു പലരോടും ഞാൻ പറയാറുള്ളതാണ്,
രാഷ്ട്രീയത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. അല്ലാണ്ട് എന്ത് അവസരങ്ങൾ കിട്ടിയാൽ അത് ഞാനിനി എടുക്കുമെന്ന് തോന്നിയാൽ ആളുകളാരും നമ്മളെ വിശ്വസിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നു. പിന്നെ കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഓക്കെ. ഷെയർ ചെയ്ത് കൊടുക്കാനും അദ്ദേഹം തയ്യാറാകുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയം. രണ്ടാമത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ. അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹം ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ എന്റെ ഭരണം സുതാര്യമായിരിക്കണം എന്നുള്ളൊരു വലിയ നിർബന്ധ ബുദ്ധി കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ക്യാമറ ഉണ്ടായിരുന്നു. ലോകത്ത് എവിടെ നിന്ന് നോക്കുന്ന ആളുകൾക്കും അവിടെ എന്ത് നടക്കുന്നു എന്നവർക്ക് കാണാൻ പറ്റുമായിരുന്നു. അവിടെ ഒരു രഹസ്യവും ഇല്ലായിരുന്നു സത്യത്തിൽ. ബാക്കിയൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പല തരത്തിലുള്ള ആളുകൾ വരും. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരിക്കലും ഒറ്റയ്ക്ക് കാണുന്ന ഒരു പരിപാടി ഇല്ല. അദ്ദേഹം ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് കാണണമെന്ന് വെച്ചാലും അദ്ദേഹത്തിന്റെ ഓഫീസ്, അത് ഞാൻ അതിശോക്തിയോട് പറഞ്ഞാണ്, അത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു മൂലയിൽ ഒരു കസേര ഒരു വേറെ സമയം അവിടെ മാത്രം പോയിരുന്ന് സംസാരിക്കും. ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ റൂമിൽ തന്നെ കാണും. അതുകൊണ്ട് ആര് വന്നാലും അദ്ദേഹത്തിന്റെ രീതി അതാണ്. അദ്ദേഹത്തെ കാണാൻ ആര് വന്നു കഴിഞ്ഞാലും ഒറ്റയ്ക്കുള്ള അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടാറില്ല. കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ അവസരമുണ്ട്, പക്ഷെ അപ്പോഴും ആ റൂം നിറയെ ആളായിരിക്കും. അപ്പൊ ആ നിലയിൽ വളരെ സുതാര്യമായി കൊണ്ടുപോയതാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണം പോലും അവരൊക്കെ പലരും ആ ഓഫീസിൽ കൂടെ വന്നിരുന്നു. അപ്പൊ ഓഫീസിൽ ഇപ്പൊ എത്രയോ ഞാൻ പറയില്ലേ, അങ്ങനെ പ്രത്യേകമായ അപ്പോയിന്റ്മെന്റ് കൊടുത്തല്ലായിരുന്നു അദ്ദേഹത്തിന്റെ റൂമിൽ ആരും വന്നുകൊണ്ടിരുന്നത്. ആർക്കും ഇടിച്ചു കയറാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം. ഞങ്ങൾ MLA-മാരൊക്കെ വെച്ചാൽ ഒരു തരത്തിലുള്ള ഒന്നും നോക്കാൻ, അവിടെ എന്ത് കോൺഫറൻസാ നടക്കുന്നതെന്ന് പോലും നോക്കാൻ ഞങ്ങൾ അതിന്റെ അകത്തോട്ട് കയറിയിരിക്കും. പക്ഷെ കോൺഫറൻസ് ആണ് ചിലപ്പോൾ മൂലയിലൊന്ന് മാറി നിൽക്കും. അത് കഴിയുമ്പോൾ അതിന്റെ ഇടയ്ക്കൂടെ പോയി നമ്മൾ സംസാരിക്കും. അത് ആ രീതിയാണ് പുള്ളിയുടെ ഒരു ശൈലി. അതായിരുന്നു അതിന്റെ പേരിലാണ് പല കാര്യങ്ങൾക്കും ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് ആരൊക്കെ അവിടെ വന്നു എന്നൊന്നും അദ്ദേഹത്തിനല്ല ആർക്കും അതൊന്നും കൃത്യമായി അറിയാൻ പോലും കഴിയില്ല. അതിനുള്ള അവിടെ രേഖകളുമില്ല. ആകെയുള്ള രേഖ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയാണ്. ഈ ക്യാമറയിലുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അവിടെ ആരൊക്കെ വന്നു എന്നുള്ളത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയില്ല എന്ന് ചോദിച്ചാല് ആ ക്യാമറ ഒരിക്കലും അന്നത്തെ കാലത്ത് ആ ക്യാമറ അതെ ആ ഒരിക്കലും ക്യാമറ ചത്തുപോയിട്ടില്ല. അതെ, പുതിയ മുഖ്യമന്ത്രി വന്ന അന്ന് മുതൽ ആ ക്യാമറ പോയത്. ഈ ഭരണം വന്നപ്പോൾ ആ ക്യാമറയെ എടുത്തു മാറ്റി. ഇപ്പൊ അവിടെ ഒരു സുതാര്യതയില്ല, ഒരു ക്യാമറയും ഇല്ല, ഒരു കാര്യവും ഇല്ല. ഓക്കെ. പിന്നെ പാർട്ടിക്ക് അകത്തു നിന്നുള്ള പിന്നെ ഇപ്പൊ അതിനകത്ത് ഒരു പ്രധാന കാര്യം ഇപ്പം ബാറുകൾ നിർത്തുന്ന കാര്യത്തില് അപ്പൊ അതൊക്കെ അനാവശ്യമായ ചില കോൺട്രവേഴ്സി. അങ്ങനെ ഒന്നിച്ച് അങ്ങനെ നമുക്ക് ഒരു വ്യവസായത്തെ ഒന്നും പൂർണ്ണമായിട്ടും തകർക്കാൻ പറ്റില്ല എന്നൊരു നിലപാടുകാരനായിരുന്നു ഞാൻ. ഒരുപക്ഷെ ഞാനാണ് ആ നിലപാട് ഓപ്പണായി എടുത്തിട്ടുള്ള ഒരാളാണ്. കാരണം കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ആളുകൾ ഓരോ ബിസിനസ്സുകൾ ആരംഭിക്കുന്നത്. അവന്റെ വീടും അവന്റെ എല്ലാ സംവിധാനങ്ങളും പണയപ്പെടുത്തി എല്ലാം തന്നെ ബാങ്കുകളിൽ വെച്ചുകൊണ്ടായിരിക്കും അവൻ അതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടിറങ്ങുന്ന ഒരു പുതിയ വ്യവസായം തുടങ്ങാൻ. അപ്പൊ അങ്ങനെ തുടങ്ങുന്നതാണ് ഹോട്ടലുകള്. ഹോട്ടലുകള് ഒരു സ്റ്റാർ ഹോട്ടലുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബാറും അതിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ബാറൊക്കെ പെട്ടെന്ന് പൂട്ടുക എന്ന് പറഞ്ഞാൽ അവൻ തകർന്ന് തരിപ്പണമാകും. ഒരുപാട് കുടുംബങ്ങൾ അനാഥമാകും. അതിന് ആ കാര്യത്തിൽ ആ ഉമ്മൻചാണ്ടിയും അതേ നിലപാടായിരുന്നു. പക്ഷെ അവസാനം വളരെ വലിയ സമ്മർദ്ദങ്ങൾ പല സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നുണ്ടായി, പാർട്ടിക്കകത്തു നിന്നുണ്ടായി, KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുമെന്ന് വിശ്വസിച്ച പല ആളുകളും പലരുടെയും മുമ്പിൽ നല്ലയാളാകാൻ വേണ്ടി അവരും കയറി പിന്നെ ഇത് പൂട്ടണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പിന്നെ ഒരു വാശിയോടെ എടുത്ത് അദ്ദേഹം അത് പൂട്ടാൻ തീരുമാനിച്ചു. അതൊരു വലിയ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന്റെ കുറെ ആഫ്റ്റർ എഫക്ട് കൂടിയാണ് പിന്നീടുണ്ടായ ആരോപണങ്ങളും കാര്യങ്ങളും എല്ലാം. ഓക്കെ. അതിന്റെ ഒരു വാശി കൂടിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അപ്പൊ ഞാന് ഇപ്പൊ പിന്നെ ഇതിനകത്തൊരു നിലപാടൊക്കെ എടുത്ത ഒരാളാണ്. അത് അവസാനം പാർട്ടി ഞങ്ങൾ MLA-മാരുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് 42 MLA-മാരാണ്. ആ 42 പേര് ഒന്നിച്ച് ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നു. ഉമ്മൻചാണ്ടി ധീരമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ഇതിപ്പോ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ ഒന്നും നിർത്തേണ്ട കാര്യമില്ല എന്ന് പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമായിരുന്നു ബാറെല്ലാം പൂട്ടിക്കളയാവുന്നുള്ളത്. പക്ഷെ അത് കാര്യം നമുക്ക് കേൾക്കുമ്പോൾ ബാറുകൾ പൂട്ടുന്നത് വലിയ കാര്യമാണെന്ന് തോന്നിയാലും അത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. അതിന്റെ പേരിലാണ് ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായും ഇതിന്റെ ബാലൻസ് തെറ്റും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഒരുപാട് പേര് അതിന്റെ പേരിൽ സംഘടിതമായി അദ്ദേഹത്തെ ആക്രമിക്കാനായി പല സാമ്പത്തിക ലോബികൾ സംഘടിച്ചു. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. പക്ഷെ അതിനു മുമ്പുള്ള ഒരു ഭരണം എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഇത്ര സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്ന ഏത് വിഷയവും നമുക്ക് പോയി അവതരിപ്പിച്ച് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന
ഒരു മുഖ്യമന്ത്രി, വളരെ കോമൺ സെൻസ്, ഭയങ്കര ഷൂളാണ്. Yes. വലിയ പിന്നെ പണ്ഡിതനൊന്നുമല്ല, സ്കോളറോ വലിയ ഒറേറ്ററോ ഒന്നുമല്ല, പക്ഷെ ഭയങ്കര ഷൂളാണ്. കാര്യം പറയുന്നതിനപ്പുറം തന്നെ അതിന്റെ വിവരങ്ങൾ അറിയാം. ഞാൻ മാണി സാറിനെ കുറിച്ചും പറയാറുള്ളതാണ്. കാരണം മാണി സാറിന് ഇതുപോലെ ചില ഗുണങ്ങളുണ്ടായിരുന്നു. മാണി സാറിന് അവസാന നിമിഷങ്ങളിലൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സംസാരിച്ച് തീരുന്നതിനപ്പുറം തന്നെ ആ പേപ്പറിന്റെ സൈഡിൽ ഓർഡർ ഇട്ട് കളയും. ചിലപ്പോൾ നീളത്തിലുള്ള ഓർഡർ ആയിരിക്കും, പക്ഷെ നമ്മൾ പറയുമ്പോൾ തന്നെ പുള്ളിക്ക് അറിയാം ഇതാ സംഭവം എന്നുള്ളതറിയാം. അത് പറഞ്ഞു തീരുന്നതിന് ഇപ്പുറം ഓർഡർ ആയി കഴിയും എന്ന് പറയുന്ന പോലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് ഉമ്മൻചാണ്ടിക്ക് കൊണ്ട്, കുഞ്ഞാലിക്കുട്ടിക്ക് കൊണ്ട്, അന്നത്തെ ഒരുപാട് സീനിയർ മന്ത്രിമാർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതില്ല എന്നുള്ളതാണ് ഇന്നത്തെ പല മന്ത്രിമാരുടെയും പ്രശ്നങ്ങള്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാനില്ല. ഏത് വിഷയം പുതിയതായ ഒരു ഐഡിയ കൊണ്ടുവന്നാൽ അപ്പോഴേ അദ്ദേഹം ഉൾക്കൊള്ളും. അതിനുള്ള പണം എവിടെ നിന്നാണോ അത് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ വികസന രംഗത്ത് ഒരു വലിയ ഒരു ചരിത്രം, ഒരു അത്ഭുതം തന്നെ സൃഷ്ടിക്കുമായിരുന്നു. അതിന് യാതൊരു സംശയവുമില്ല. വളരെ വ്യക്തമാണ്. മറ്റൊരു ഉമ്മൻചാണ്ടിയാകാൻ ആർക്കും സാധിക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ലോകത്തിന് തന്നെ ഒരു പാഠപുസ്തകം തന്നെയാണ് ജനങ്ങളെ സ്നേഹിച്ച, ജനങ്ങളെ കരുതിയ ആ ഒരു മനുഷ്യസ്നേഹി, കേരളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നല്ല ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ T. ദേവപ്രസാദ്, 3 പേർക്കും നന്ദി.